ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു ബാക്ക് പിൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ക്ലിയർ ഷീറ്റ് പോലത്തെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ടുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അതൊന്ന് നമുക്ക് പീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് വെക്കുന്നത്. പിന്നെ നമ്മളൊരു വൈറ്റ് പേപ്പറിൽ നല്ല വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഷേപ്പ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് കളർ പേപ്പറിൽ ബ്ലാക്ക് കളർ സ്കെച്ച് വെച്ചിട്ട് ഒരു ഹേർട്ട് വരഞ്ഞു കൊടുത്ത് നമ്മൾ ഹേർട്ട് ഷേപ്പിലുള്ള ബാക്ക് പിന്നാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇതുപോലെ ഒരു ക്ലിപ്പർ എടുത്തിട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സേഫ്റ്റി പിന്നും പിന്നെ ഗ്ലൂ ഗണ്ണും വേണം. അപ്പോൾ സേഫ്റ്റി പിൻ നമുക്ക് ബാക്ക് പിന്നാക്കി പിൻ ചെയ്യുമ്പോൾ യൂസ് ആവും, അതുകൊണ്ടാണ് നമ്മൾ സേഫ്റ്റി പിന്നും യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഹേർട്ട് ഷേപ്പിൽ വരച്ചതിൻ്റെ മുകളിൽ കൂടെ ഈ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സൂക്ഷിച്ച് ചെയ്യണം, കൈ നന്നായിട്ട് പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. നമുക്ക് ഇതിങ്ങനെ ആക്കി വരുമ്പോൾ കുറച്ചധികം ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ നമുക്ക് ഗ്ലൂ ഗൺ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് ഇത് നല്ല സിമ്പിളായിട്ട് ചെയ്യാം. എനിക്ക് അത്ര രീതിയിൽ അറിയില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് പണിയാണിത്. എങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏകദേശം നല്ല രീതിയിൽ ഫില്ലാക്കി തന്നെ ചെയ്യണം. ഉള്ളിലും നല്ല രീതിയിൽ ഇതുപോലെ ഫില്ല് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഫിൽ ചെയ്ത് വരുമ്പോൾ അതിങ്ങനെ ഇളകി കളിക്കും, അതൊരു പ്രശ്നമാണ്. ഞാനൊരു പിന്നെ എടുത്തുള്ളൂ, ക്ലിപ്പർ എടുത്തിട്ടുള്ളൂ. ഒന്നും കൂടെ എടുത്തിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒന്നും കൂടെ സെറ്റാക്കാൻ പറ്റുമായിരുന്നു. നമുക്ക് എല്ലായിടത്തും ഇതുപോലെ നന്നായിട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കിതിന് മുകളിലൊക്കെ ഡിസൈൻസ് എല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്നിട്ട് അത് ഇതുപോലെ പീൽ ചെയ്യണം. അപ്പോൾ അത് ഒന്ന് ഉണങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് വേണ്ട രീതിയിൽ ഡെക്കറേഷൻ ഐറ്റംസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് യെല്ലോ കളേഴ്സിൽ ഒരു യെല്ലോ ഓറഞ്ച് ഷെയ്ഡ്സിൽ വരുന്ന കുറച്ച് സ്റ്റാർസാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഞാൻ അവിടെ ഇട്ടിട്ടുള്ളൂ, മൊത്തത്തിൽ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭംഗി പോയാലോ എന്ന് കരുതി ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്കാണ് ചെയ്യണമെന്നില്ല, നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഷേപ്പാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗ്ലൂ ഗൺ വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റാനെല്ലാം പരന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ട് ഹാർഡ് ഷേപ്പ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒന്ന് ഇതുപോലെ കട്ടെല്ലാം ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ ബാക്കിൽ പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിൻ വെക്കാം. നേരത്തെ കാണിച്ച സേഫ്റ്റി പിൻ തന്നെ. അപ്പോൾ നമുക്ക് ഗ്ലൂ ഗൺ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ പിന്നി വെച്ചാൽ നല്ല സെക്യൂറായിട്ട് അത് അവിടെ തന്നെ ഇരുന്നോളും, പോരത്തില്ല. നമുക്കിനി ഒരു പിൻ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ എടുത്ത് വെക്കാം. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ പല രീതിയിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ബാഗിൽ പിൻ ചെയ്തപ്പോൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ പറയണം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.